Dear students, welcome to English Raindrops. We completed the first lesson, Life with the Grandfather, in Unit 1. And now we are going to learn the lesson, The Little Boy and the Old Man, in Unit 1. The second lesson of Unit 1. Unit 1-ലെ ഒന്നാമത്തെ പാഠായ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോഴും രണ്ടാമത്തെ പാഠായ ദി ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ എന്ന കവിതയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. Please open at page number 25. The Little Boy and the Old Man. You can see a box. നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് കാണാം അല്ലേ? ആ ബോക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? We have read the story Life with the Grandfather. Life with the Grandfather എന്ന കഥ നമ്മൾ വായിച്ചു. What similarities or differences do you find between the little boy and the old man? ആ ലിറ്റിൽ ബോയും ആ കഥയിലുള്ള ലിറ്റിൽ ബോയും ആൻഡ് ദി ഓൾഡ് മെൻ, പ്രായം ചെന്ന ഗ്രാൻഡ് ഫാദറും അല്ലേ, അവർ തമ്മിൽ ഉള്ള എന്തൊക്കെ സാദൃശ്യങ്ങളും എന്തൊക്കെ വ്യത്യാസങ്ങളുമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഹിയർ ഇസ് എ പോം വിച്ച് ഓപ്പൺസ് എ വേ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസങ്ങളും സാദൃശ്യങ്ങളും മനസ്സിലാക്കി തരുന്ന ഒരു പോയം ആണ് നമുക്കിവിടെ ഉള്ളത്. The name of the poem is The Little Boy and the Old Man. Now let's read the poem. While I am reading, you also please read along with me silently. നമുക്ക് ഈ കവിത ഒന്ന് വായിക്കാം. ഞാൻ കവിത വായിക്കുമ്പോൾ നിങ്ങളും മനസ്സിൽ കവിത വായിക്കുക. ഓക്കെ. The little boy and the old man. Said the little boy, sometimes I drop my spoon. Said the little old man, I do that too. The little boy whispered, I wet my pants. I do that too, laughed the little old man. Said the little boy, I often cry. The old man nodded, so do I. But worst of all, said the boy, it seems grown-ups don't pay attention to me. And he felt the warmth of a wrinkled old hand. I know what you mean, said the little old man. Now let's learn the poem. Said the little boy, sometimes I drop my spoon. The little boy said, ചെറിയ കുട്ടി എന്ത് പറഞ്ഞു? സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ. ഞാൻ ചിലപ്പോഴും എന്ത് ചെയ്യുന്നു? സ്പൂൺ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ? സ്പൂൺ ഡ്രോപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. Said the little old man, I do that too. I too do that. ഞാനും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ആര് പറഞ്ഞു? Said the little old man. ഓൾഡ് മാൻ പറഞ്ഞു അല്ലേ? ആ ചെറിയ പ്രായം ചെന്ന മനുഷ്യൻ എന്ത് പറഞ്ഞു? ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്, എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു. The little boy whispered, I wet my pants. The little boy whispered. ലിറ്റിൽ ബോയ് മെല്ലെ പറഞ്ഞു, I wet my pants. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ പാൻസ് നനയ്ക്കുന്നു. മീൻസ് ഹി പീസ് ഇൻ ദ പാൻസ് അല്ലേ? കുട്ടി പാൻസ് മൂത്രമൊഴിച്ച് നനയ്ക്കാറുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? I do that too, laughed the little old man. ആ ഒരു ചെറിയ പ്രായം ചെന്ന മനുഷ്യൻ എന്ത് പറഞ്ഞു? I do that too. ഞാനും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ചിരിച്ചുകൊണ്ട് പറഞ്ഞു. Said the little boy, I often cry. The little boy said, എന്ത് പറഞ്ഞു? I often cry. ഞാൻ പലപ്പോഴും കരയാറുണ്ടെന്ന് ആര് പറഞ്ഞു? ആ ചെറിയ കുട്ടി പറഞ്ഞു. The old man nodded, so do I. തലകുലുക്കി എന്ത് പറഞ്ഞു? So do I. ഞാനും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഓൾഡ് മാൻ പറഞ്ഞു അല്ലേ? But worst of all, said the boy, it seems grown-ups don't pay attention to me. Worst of all, ഏറ്റവും മോശമായ എന്താണെന്ന് വെച്ചാൽ, said the boy, ആ കുട്ടി പറഞ്ഞു, it seems grown-ups don't pay attention to me. മുതിർന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? They don't pay attention to me. എന്നെ അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ലിറ്റിൽ ബോയ് പറഞ്ഞു. And he felt the warmth of a wrinkled old hand. എന്ത് ചെയ്തു? The old man, the little old man hugged the boy and he felt the warmth of a wrinkled old hand. I know what you mean, said the little old man. ആ ഒരു ഓൾഡ് മാൻ എന്ത് പറഞ്ഞു? I know what you mean. നീ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടു അല്ലേ? എന്താണ്? ഒരുപാട് സാദൃശ്യങ്ങളുണ്ടല്ലേ? എന്തൊക്കെയാണുള്ളത്? അപ്പം സ്പൂണ് ഡ്രോപ്പ് ചെയ്യുന്നു. ചെറിയ കുട്ടി എന്ത് ചെയ്യുന്നു? ഹി ഡ്രോപ്സ് ദ സ്പൂൺ അല്ലേ? അതുപോലെ തന്നെ ഓൾഡ് മാൻ ആൾസോ ഡ്രോപ്സ് ദ സ്പൂൺ അല്ലേ? പിന്നെന്താണ്? ഐ വെറ്റ് മൈ പാൻസ് എന്ന് കുട്ടി പറയുന്നു. ഓൾഡ് മാനും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയുന്നു അല്ലേ? പിന്നെ ഐ ഓഫൺ ക്രൈ, ഞാൻ പലപ്പോഴും കരയാറുണ്ടെന്ന് കുട്ടി പറഞ്ഞപ്പോഴേ ഓൾഡ് മാനും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ?
അപ്പം എന്താണ് കുട്ടിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ എന്ന് പറയുമ്പോൾ അല്ലേ, എന്താണ് മുതിർന്ന ആൾക്കാർ എന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കുട്ടി പറയുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, ഓൾഡ് മാൻ ഹഗ് ചെയ്യുക അല്ലേ, കുട്ടിയെ കെട്ടിപ്പിടിച്ച് എന്ത് പറയുന്നു, ഐ നോ വാട്ട് യു മീൻ എന്ന് പറയുന്നു. നീ എന്താണ് അർത്ഥമാക്കിയതെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഓൾഡ് മാനും അതേ അവസ്ഥയാണ്. ഗ്രോണപ്പ് ആയിട്ടുള്ള ആൾക്കാർ, മുതിർന്ന ആൾക്കാർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരെയും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഈ കവിതയുടെ ഉള്ളടക്കം അല്ലേ. അപ്പോൾ ഇതൊരു നല്ല കവിതയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. നമുക്കിതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഈ കവിത എഴുതിയ പോയറ്റിനെ പറ്റി നമുക്കൊന്ന് വായിക്കാം. ഷെൽഡൻ അലൻ Shel Silverstein, 1930-1999, was an American poet, singer, cartoonist, screenwriter and author of children's books. ഷെൽഡൻ അലൻ എന്ന് പറയുന്ന ആളാണല്ലേ, എന്ന എഴുത്തുകാരനാണ് ഈ കവിത എഴുതിയത്. ഷെൽ സിൽവർസ്റ്റീൻ അല്ലേ എന്നാണ് പേരല്ലേ, ഷെൽ സിൽവർസ്റ്റീൻ. 1930-1999, 1930 മുതൽ 1999 വരെ ജീവിച്ചു അല്ലേ. വാസ് എൻ അമേരിക്കൻ പോയറ്റ്, ഇദ്ദേഹം ആരായിരുന്നു, ഒരു അമേരിക്കൻ കവിയായിരുന്നു അല്ലേ. സിംഗറാണ് അല്ലേ, ഗായകനാണ്, കാർട്ടൂണിസ്റ്റാണ്, പിന്നെ തിരക്കഥാകൃത്തിലെ സ്ക്രീൻ റൈറ്റർ അഥവാ തിരക്കഥാകൃത്താണ്, ആൻഡ് ഓതർ ഓഫ് ചിൽഡ്രൻസ് ബുക്സ് അല്ലെ, കുട്ടികളുടെ പുസ്തകങ്ങളുടെ ഓതർ, രചയിതാവാണ്. ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് പോയംസ് ആൻഡ് തിയേറ്റർ പ്രാക്ടീസസ്. അദ്ദേഹത്തിന് പോയംസ്, കവിതകളിലൂടെയും അദ്ദേഹത്തിൻ്റെ തിയേറ്റർ പ്രാക്ടീസിലൂടെയും പ്രസിദ്ധനായിട്ടുള്ള ആളാണ്. ഹിസ് എ ബോയ് നേംഡ് സു വൺ ദ 1970 ഗ്രാമി അവാർഡ് അല്ലേ, 1970 ഗ്രാമി അവാർഡ് നേടിയത് അദ്ദേഹത്തിൻ്റെ എ ബോയ് നേംഡ് സു എന്ന പുസ്തകത്തിനാണ് അല്ലേ. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ ഈസ് ടേക്കൺ ഫ്രം ദ ബുക്ക് വേർഡ്സ് അലൈവ് വിച്ച് ഇൻക്ലൂഡ്സ് എ നമ്പർ ഓഫ് പോയംസ് അല്ലേ. എന്താണ് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ എന്നത് ഏത് ബുക്കിൽ നിന്നെടുത്താണ്, വേർഡ്സ് അലൈവ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളുള്ള ഒരു പുസ്തകത്തിനടുത്താണ് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ എന്ന ഈ കവിത. ഓക്കെ, ഈ കവിതയിലെ ലെറ്റ്സ് റീവിസിറ്റ് ദ പോയം എന്ന ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടി കവിത വായിച്ചിട്ട് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തി ആദ്യം എഴുതണം. അതിനുശേഷമായിരിക്കണം ഞാൻ കൊടുത്തിരിക്കുന്ന ആൻസറുമായി ഇത് താരതമ്യം ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ കവിത വായിച്ച് ഉത്തരം കണ്ടെത്തുക, അതിനുശേഷം വേണ്ട കറക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് നോക്കാം. ലെറ്റ്സ് റീവിസിറ്റ് ദ പോയം. ഐഡന്റിഫൈ സിമിലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ ആൻഡ് റൈറ്റ് ദം ഡൗൺ അല്ലേ. സിമിലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ, ഓൾഡ് മാൻ്റെ അല്ലേ, പ്രായം ചെന്ന മനുഷ്യൻ്റെയും ആ ഒരു കുട്ടിയുടെയും ഒരുപോലെയുള്ള ആക്ടിവിറ്റീസ്, സമാനമായിട്ടുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ചോദ്യം അല്ലേ. എന്താണെന്നുള്ളത്, എന്തൊക്കെയായിരുന്നുള്ളത്, ഒന്ന് ഡ്രോപ്പിംഗ് ദ സ്പൂൺ ആണ് അല്ലേ, ഡ്രോപ്പിംഗ് ദ സ്പൂൺ താഴെ ഇടുന്നത്. മറ്റൊന്ന് വെറ്റിംഗ് ദ പാൻസ് അല്ലേ, വെറ്റിംഗ് ദ പാൻസ് നനയ്ക്കുന്നത്. മൂന്നാമതായിട്ട് ആൻഡ് ക്രൈയിങ് ഓഫൺ, എപ്പോഴും കരയുന്നത് അല്ലേ. ഇതൊക്കെയാണ് രണ്ടുപേർക്കും സാദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഐ നോ വാട്ട് യു മീൻ, വൈ ഡസ് ദി ഓൾഡ് മാൻ സേ സോ. ഓൾഡ് മാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഐ നോ വാട്ട് യു മീൻ, നീ എന്താണ് അർത്ഥമാക്കിയതെന്ന് എനിക്ക് മനസ്സിലാകും അല്ലേ, എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറയാൻ എന്താണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ദി ഓൾഡ് മാൻ സേസ് സോ ബിക്കോസ് ഹി ഈസ് ഓൾസോ ഇഗ്നോർഡ് ബൈ ഗ്രോൺ അപ്സ് അല്ലേ. ദി ഓൾഡ് മാൻ സേസ് സോ അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് ഹി ഈസ് ഓൾസോ ഇഗ്നോർഡ് ബൈ ഗ്രോൺ അപ്സ് അല്ലേ, മുതിർന്ന ആൾക്കാരാൽ അദ്ദേഹവും എപ്പോഴും അവഗണിക്കപ്പെടാറുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ കാരണം. ഓക്കെ, ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദ ലിറ്റിൽ ബോയ് ഓർ ദി ഓൾഡ് മാൻ സാറ്റിസ്ഫൈഡ്. ആരാണ് സാറ്റിസ്ഫൈഡ്, സംതൃപ്തരായത് അല്ലേ, ലിറ്റിൽ ബോയ് ആണോ അതോ ഓൾഡ് മാൻ ആണോ. അങ്ങനെയാണെങ്കിൽ വൈ, എന്തുകൊണ്ട്. ജസ്റ്റിഫൈ യുവർ ആൻസർ, നിങ്ങളുടെ ഉത്തരം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ ഇതാണ്. ബോത്ത് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ ആർ സാറ്റിസ്ഫൈഡ്. രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാൻ പറ്റും. ദി ഓൾഡ് മാൻ ഗെറ്റ്സ് ദ കമ്പനി ഓഫ് ദ ലിറ്റിൽ ബോയ്. ഇവിടെ ഈ കവിതയിൽ ഓൾഡ് മാൻ ആരെ കൂട്ട് കിട്ടി, ലിറ്റിൽ ബോയുടെ കമ്പനി കിട്ടിയില്ലേ. ദ ലിറ്റിൽ ബോയ് ഗെറ്റ്സ് ദി ഓൾഡ് മാൻസ് കെയർ, ഓൾഡ് മാൻ്റെ കെയർ ആർക്ക് കിട്ടി, കുട്ടിക്ക് കിട്ടി. അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ എന്താണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ. ഓക്കെ, there are two activities in this lesson. We can just look the first activity first. Activity 1. The little boy felt the warmth of a wrinkled old hand. Here, wrinkled old hand
ഡിസ്ക്രൈബ്സ് ഓൾഡ് ഏജ് അല്ലേ. ദ ലിറ്റിൽ ബോയ് ഫെൽറ്റ് ദ വാംത്ത് ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്. എന്താണ് ചുളുങ്ങിയ അല്ലെങ്കിൽ ചുളുങ്ങിയ കൈയുടെ എന്താണ് പ്രായം ചെന്ന വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഒരു കൈയുടെ എന്താണ് വാംത്ത് ഊഷ്മളത ആർക്ക് അനുഭവപ്പെട്ടു? കുട്ടിക്ക് അനുഭവപ്പെട്ടു. ഈ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ് അല്ലേ, ചുളിഞ്ഞ ഓൾഡ് ഹാൻഡ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് ഓൾഡ് ഏജ്. എന്തിനെ കാണിക്കുന്നതാണ്? ഓൾഡ് ഏജ് അല്ലേ, പ്രായം ചെന്ന അവസ്ഥയെ കാണിക്കുന്നതാണ്. ആഡ് എ ഫ്യൂ മോർ വേർഡ്സ് ഡിസ്ക്രൈബിങ് ഓൾഡ് ഏജ് അല്ലേ, വാർദ്ധക്യത്തെ കാണിക്കുന്ന കുറച്ച് വേർഡ് കൂടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രേ ഹെയർ. ഗ്രേ ഹെയർ എന്തിനെ കാണിക്കുന്നതാണ്? ഓൾഡ് ഏജിനെ കാണിക്കുന്നതാണ് അല്ലേ, വാർദ്ധക്യത്തെ കാണിക്കുന്നതാണ് ഗ്രേ ഹെയർ. അപ്പം മറ്റെന്തൊക്കെയാണെന്ന് കൊടുക്കാൻ പറ്റി നോക്കാം. ഒന്ന് ടീത്ത്ലെസ് മൗത്ത് കൊടുക്കാം, ടീത്ത്ലെസ് മൗത്ത് അല്ലേ. പിന്നെന്താണ്? ബെൻഡ് ബോഡി കൊടുക്കാം, ബെൻഡ് ബോഡി ഒക്കെ വാർദ്ധക്യത്തെ കാണിക്കുന്നതാണ്. ഷിവറിങ് ഹാൻഡ്സ് അല്ലേ, വിറയ്ക്കുന്ന കൈകൾ എന്താണ്? വാർദ്ധക്യത്തെ കാണിക്കുന്നതാണ്. പിന്നെന്താണ്? പുവർ ഐസൈറ്റ് അല്ലേ, കാഴ്ചയില്ലായ്മ അല്ലെങ്കിൽ കാഴ്ചക്കുറവ് എന്താണ്? അതും ഓൾഡ് ഏജിനെ കാണിക്കുന്നതാണ് അല്ലേ. ഇനി നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് കടക്കാം. പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദ പോയം ആൻഡ് റീറൈറ്റ് ദം ഇൻ ദ ഫോം ഓഫ് എ കോൺവെർസേഷൻ. അത് എന്താണ്? ഈ ലൈൻസ് അല്ലേ, പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദ പോയം, കവിതയിലുള്ള ലൈൻസ് എടുത്തിട്ട് റീറൈറ്റ് ദം ഇൻ ദ ഫോം ഓഫ് എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷന്റെ സംഭാഷണത്തിന്റെ രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലിറ്റിൽ ബോയ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ. അപ്പോൾ ഓൾഡ് മാൻ എന്താണ് പറയുന്നത് നോക്കൂ, ഐ ഡു ദാറ്റ് ടു അല്ലേ. അപ്പോൾ ലിറ്റിൽ ബോയ് വീണ്ടും പറയുന്നു, ഐ വെറ്റ് മൈ പാൻസ്. അപ്പോൾ ഓൾഡ് മാൻ എന്താണ് പറയുന്നത് നോക്കൂ, ഐ ഡു ദാറ്റ് ടു. പിന്നെ ലിറ്റിൽ ബോയ് വീണ്ടും പറയുന്നു, ഐ ഓഫൺ ക്രൈ. ഓൾഡ് മാൻ എന്ത് പറയുന്നു? ഓൾഡ് മാൻ, സോ ഡു ഐ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ലിറ്റിൽ ബോയ് എന്ത് പറഞ്ഞു? ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. ഓൾഡ് മാൻ എന്ത് പറയുന്നു? ഐ നോ വാട്ട് യു മീൻ എന്ന് പറയുന്നില്ല. ഇതാണ് കോൺവെർസേഷൻ. അപ്പോൾ ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.